ഇനി നമുക്ക് മുൻ വർഷങ്ങളിൽ പല എക്സാമിനേഷൻസിനും ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ഹി റൈറ്റ്സ് 2 books every year. ഹി റൈറ്റ്സ് 2 books every year. അത് പാസീവ് വോയിസിലേക്ക് മാറ്റണം. അവിടെ നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്താണ്? 2 books എന്നതാണ്. 2 books അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹി റൈറ്റ്സ് 2 books every year. അപ്പോൾ 2 books എന്ന് കൊണ്ടുവരണം. 2 books പ്ലൂരലാണ്. അതുകൊണ്ട് നമ്മൾ പ്രസൻറ്റിലെ അതിൻ്റെ അവസ്ഥ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 2 books are എന്നാണ്. 2 books are എന്നിട്ട് വേർബിൻ്റെ തേർഡ് ഫോം വയ്ക്കണം. അതാണ് റിട്ടൺ. 2 books are written by him. 2 books are written by him every year. എല്ലാ വർഷവും 2 പുസ്തകങ്ങൾ അദ്ദേഹത്താൽ എഴുതപ്പെടുന്നു. 2 പുസ്തകങ്ങൾ എഴുതപ്പെടുന്നു. ആരാൽ? അദ്ദേഹത്താൽ. He writes 2 books every year. 2 books are written by him every year. മറ്റൊരു എക്സാമ്പിൾ, മറ്റൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: മേരി ഈസ് കുക്കിംഗ് ദ ഡിന്നർ. മേരി ഈസ് കുക്കിംഗ് ദ ഡിന്നർ. അവിടെ നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് ആരെയാണ്? ദ ഡിന്നർ. ദ ഡിന്നർ ഈസ് കണ്ടിന്യൂസ് ആണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ദ ഡിന്നർ ഈസ് ബീയിങ്. The dinner is being cooked by Mary. The dinner is being cooked by Mary. മേരിയാൽ എന്ന ഡിന്നർ കുക്ക് ചെയ്യപ്പെടുന്നു. The dinner is being cooked by Mary. അടുത്തത്, he has beaten me. He has beaten me. He has beaten me. അതൊരു പ്രസൻറ്റ് പെർഫെക്റ്റിലെ ഒരു സംഗതിയാണ്. അവിടെ മീ ആണ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വരിക. മീ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. അപ്പോൾ ഒരു പെർഫെക്റ്റ് സെൻറ്റൻസ് ആയതുകൊണ്ട് അവിടെ കാണിക്കുന്നത് ഐ ഹാവ്. ഐ ഹാവ് എന്താവണം? ഇനിയൊരു ബീൻ ചേർത്ത്, ഒരു നമ്മൾ പറയില്ലേ ബീയുടെ ഒരു രൂപം വേണമെന്നത്. അപ്പോൾ ബീനാണ് അവിടെ ചേർത്ത് പറയുന്നത്. ഐ ഹാവ് ബീൻ ബീറ്റൺ ബൈ ഹിം. I have been beaten by him. I have been beaten by him. He has beaten me എന്നത് എന്തായിട്ട് മാറുന്നു? I have been beaten by him എന്നായിട്ട് മാറുന്നു. മറ്റൊരു എക്സാമ്പിൾ എങ്ങനെയായിരുന്നു? We saw them yesterday. We saw them yesterday. ഞങ്ങൾ അവരെ ഇന്നലെ കണ്ടു. സിമ്പിൾ പാസ്റ്റാണ്. We saw them yesterday. അപ്പോൾ നമുക്ക് പാസ്റ്റിൻ്റെ അറിയാം. ദം. ദം എന്ന ഒബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് മാറുമ്പോൾ ദേ ആയിട്ട് മാറും. ദേയുടെ പാസ്റ്റിലെ എന്താ പറയുക, നമ്മളൊരു സഹായക്രിയയായിട്ട് അവിടെ പറയുന്നത് അവസ്ഥ കാണിക്കാൻ വേണ്ടി ബിയുടെ രൂപമായിട്ട് ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? വേറായിരിക്കും. WR. അപ്പോൾ നമ്മൾ പറയുന്നത് ദേ വേർ സീൻ ബൈ അസ്. ഞങ്ങളാൽ കാണപ്പെട്ടു. They were seen by us yesterday. We saw them yesterday എന്നത് എന്തായിട്ട് മാറുന്നു? പസീവ് ആവുമ്പോൾ they were seen by us yesterday എന്നായിട്ട് മാറുന്നു. അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസിന് ഒരു എക്സാമ്പിൾ നോക്കാം. They were reaping the field. അവർ വയൽ കൊയ്യുകയായിരുന്നു. They were reaping the field. They were reaping the field. റീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേ വർ റീപ്പിംഗ് ദ ഫീൽഡ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അത് നമ്മൾ അതിൻ്റെ പാസീവ് ഫോം ആകുമ്പോൾ ദ ഫീൽഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വരും. ദ ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നായതുകൊണ്ട്, ഒറ്റ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറല്ല ഉപയോഗിക്കുന്നത്, വാസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദ ഫീൽഡ് വാസ് ബീയിങ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ കാണിക്കില്ലേ, കണ്ടിന്യൂറ്റി കാണിക്കാൻ വേണ്ടി ബീയിങ് ഉപയോഗിക്കുന്നു. ദ ഫീൽഡ് വാസ് ബീയിങ് റീപ്ഡ് ബൈ ദം. ദ ഫീൽഡ് വാസ് ബീയിങ് റീപ്ഡ് ബൈ ദം. ദ ഫീൽഡ് വാസ് ബീയിങ് റീപ്ഡ് ബൈ ദം. അടുത്ത എക്സാമ്പിൾ നോക്കാം. രാമ had bought
എ ന്യൂ കാർ. രാമ ഹാഡ് ബോട്ട് എ ന്യൂ കാർ. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. രാമ ഹാഡ് ബോട്ട്, രാമൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ത്? എ ന്യൂ കാർ, പുതിയ കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാസീവ് രൂപം എങ്ങനെയാണ്? രാമ ഹാഡ് ബോട്ട് എ ന്യൂ കാർ. അവിടുത്തെ ഒബ്ജക്റ്റാണ് ഇവിടെ സബ്ജക്റ്റിലേക്ക് വരിക. അപ്പോൾ അവിടെ എന്താണ്? എ ന്യൂ കാർ എന്നതാണ് അവിടുത്തെ സബ്ജക്റ്റായിട്ട് മാറുന്നത്. എ ന്യൂ കാർ ഹാഡ് ബീൻ. ഹാഡ് കഴിഞ്ഞിട്ട് നമ്മൾ പറയില്ലേ ബിയുടെ ഒരു രൂപം വേണം. അപ്പോൾ ഹാഡിന് ശേഷം എന്തേ ഉപയോഗിക്കൂ? വേർബിൻ്റെ തേർഡ് ഫോം മാത്രമേ വരൂ എന്നാണ് അവിടുത്തെ നിയമം. അതനുസരിച്ച് നമുക്ക് അവിടെ ഹാഡിന് ശേഷം ഈസ്, ആമ, ആറ്, വാസ്, വേറെ, ബീയിങ് ഒന്നും പറ്റില്ല. അവിടെ ഇരിക്കുന്ന രൂപമേ ഉള്ളൂ, അത് ബീനാണ്, BEEN. ഇപ്പോഴേ എ ന്യൂ കാർ ഹാഡ് ബീൻ ബോട്ട് ബൈ രാമ. രാമനാൽ ഒരു പുതിയ കാറ് വാങ്ങിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. എ ന്യൂ കാർ ഹാഡ് ബീൻ ബോട്ട് ബൈ രാമ. അടുത്തത് നമുക്കൊരു സിമ്പിൾ ഫ്യൂച്ചർ എക്സാമ്പിൾ നോക്കാം. നേരത്തെ വന്ന ഒരു ക്വസ്റ്റ്യൻ, ഐ ഷാൽ മീറ്റ് ദം ടുമോറോ. ഐ ഷാൽ മീറ്റ് ദം ടുമോറോ ഓർ ഐ വിൽ മീറ്റ് ദം ടുമോറോ. ഐ ഷാൾ മീറ്റ് ദം ടുമോറോ. ഞാൻ നാളെ അവരെ കാണാം എന്നൊക്കെ അർത്ഥം. അത് നമ്മൾ പാസീവിലേക്കാക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? ദം എന്നത് ഇവിടെ സബ്ജക്റ്റായിട്ട് മാറും. അപ്പോൾ ദേ ഫ്യൂച്ചറാണല്ലോ, വിൽ, ദേ വിൽ എന്തു ചെയ്യും? സിമ്പിൾ ഫ്യൂച്ചറാണ്. അതുകൊണ്ടോ ദേ വിൽ ബി. വില്ലിന് ശേഷം ഒരു ബി ഫോമിൽ ബി തന്നെയാണ് വരുന്നത്, വേറെ രൂപങ്ങളൊന്നും അവിടെ സ്യൂട്ടാവില്ല. അപ്പോൾ ദേ വിൽ ബി എന്ത്? മീറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറും? തേർഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദേ വിൽ ബി മെറ്റ് ബൈ മീ ടുമോറോ. ദേ വിൽ ബി മെറ്റ് ബൈ മീ ടുമോറോ എന്നായിട്ട് മാറും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ പോലീസ് വിൽ അറസ്റ്റ് ഹിം. ദ പോലീസ് വിൽ അറസ്റ്റ് ഹിം. He will be arrested by the police. He will be arrested by the police. അതൊരു ഫ്യൂച്ചർ പെർഫെക്റ്റ് സെൻറ്റൻസ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ രൂപം? ദ പോലീസ് വിൽ ഹാവ് അറസ്റ്റഡ് ഹിം എന്നായിരിക്കും അതിൻ്റെ ആക്റ്റീവ് രൂപം. ദ പോലീസ് വിൽ ഹാവ് അറസ്റ്റഡ് ഹിം എന്നായിരിക്കും അതിൻ്റെ ആക്റ്റീവ് രൂപം. അപ്പോൾ പാസീവ് രൂപമോ? ഹി വിൽ ഹാവ് ബീൻ അറസ്റ്റഡ് ബൈ ദ പോലീസ്. He will have been arrested by the police. അങ്ങനെയാണ് അതിൻ്റെ രൂപമാറ്റം സംഭവിക്കുന്നത്. ഇനി നമുക്ക് ചില ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയാണ് പാസീവാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പല നിർദ്ദേശങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരാൾ പറയുകയാണ്, നേരത്തെ ചോദിച്ച കോമണായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്, ഷട്ട് ദ ഡോർ, ഡോർ അടയ്ക്കൂ എന്ന്. അതൊരാവശ്യമാണ്, ആവശ്യപ്പെടുന്നതാണ്. ഷട്ട് ദ ഡോർ. അതിനെ നമ്മൾ പാസീവാക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? ലെറ്റ് ദ ഡോർ ബി ഷട്ട് എന്നാണ് നമ്മൾ മാറ്റേണ്ടത്. ലെറ്റ് ദ ഡോർ ബി ഷട്ട്. വാതിലിനെ അടയാൻ അനുവദിക്കൂ എന്ന്. ഓക്കെ, വാതിലിനെ അടയാൻ അനുവദിക്കൂ. മറ്റൊരു എക്സാമ്പിൾ, ഓപ്പൺ ദ ബോക്സ്. ആ പെട്ടി തുറക്കൂ, ബോക്സ് തുറക്കൂ. അതിൻ്റെ പാസീവ് ഫോം എന്തായിരിക്കും? ലെറ്റ് ദ ബോക്സ് ബി ഓപ്പൺഡ്. ലെറ്റ് ദ ബോക്സ് ബി ഓപ്പൺഡ്. മറ്റൊരാൾ പറയുകയാണ് എന്ത്? സമൺ ഹാസ് പിക്ഡ് മൈ പോക്കറ്റ്. ആരോ എൻ്റെ പോക്കറ്റ് അടിച്ചു എന്ന് പറയില്ലേ? അപ്പോൾ ഈ ആരോ പോക്കറ്റ് അടിച്ചു എന്ന് പറയുമ്പോൾ ആരോ എന്നത് ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഈ പാസീവ് വോയിസ് ആക്കുമ്പോൾ ഈ അറിയപ്പെടാത്തൊരു കാര്യത്തിന് യാതൊരു വിലയും അവിടെ ഇല്ല. വളരെയധികം അറിയപ്പെടുന്നതും അവിടെ പറയേണ്ട ആവശ്യമില്ല. ഈ ബൈ കഴിഞ്ഞിട്ട് നമ്മൾ പറയില്ലേ ലാസ്റ്റ് ഇന്നാൾ ചെയ്തു എന്നൊക്കെ. രാവണ വാസ് കിൽഡ് ബൈ രാമ. ബൈ രാമ പറയേണ്ട ആവശ്യമില്ല. രാമനാണ് കൊന്നതെന്ന് ലോകം മുഴുവൻ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രാമ എന്ന് പറയേണ്ട ആവശ്യമില്ല. രാവണ വാസ് കിൽഡ്, രാവണൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി.
രാമ പറയേണ്ട ആവശ്യം ഇല്ല. സെൻറ്റൻസ് പൂർണ്ണമാണ്. കാരണം അറിയപ്പെടുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ അതേപോലെ അറിയപ്പെടാത്ത കാര്യമാണെങ്കിലും പറയേണ്ട ആവശ്യമില്ല. കാരണം ആരോ എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ someone has picked my pocket എന്നത് നമ്മൾ പാസീവ് വോയിസിൽ പറയുമ്പോൾ മൈ പോക്കറ്റ് ഹാസ് ബീൻ, ഹാസ് അല്ലേ, ഹാസിന് ശേഷം നമ്മൾ ഹാസ്, ഹാവ്, ഹാഡുകൾക്ക് ശേഷം വേർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കാവൂ എന്ന നിയമം അനുസരിച്ച് ബിയുടെ തേർഡ് ഫോം ആയിട്ടുള്ള ബീനാണ് അവിടെ ഉപയോഗിക്കുന്നത്. മൈ പോക്കറ്റ് ഹാസ് ബീൻ പിക്ഡ്, മൈ പോക്കറ്റ് ഹാസ് ബീൻ പിക്ഡ്, എൻ്റെ പോക്കറ്റ് അടിക്കപ്പെട്ടു ബൈ സംവൺ എന്ന് ചേർത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചേർക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതാണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസിൻ്റെ ഒരു രീതി. ഇത് മൈ പോക്കറ്റ് ഹാസ് ബീൻ പിക്ഡ്, എൻ്റെ പോക്കറ്റ് അടിച്ചു. ഓക്കെ, അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം. വൺ ഷുഡ് കീപ്പ് വൺസ് പ്രോമിസസ്. നേരത്തെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വൺ ഷുഡ് കീപ്പ് വൺസ് പ്രോമിസസ്. ഒരാൾ തൻ്റെ വാക്കുകൾ, വാഗ്ദാനങ്ങൾ പാലിക്കണം എന്നാണ്. അതിന് പാസീവ് വോയിസിൽ പറയുമ്പോൾ ഇവിടെ പ്രോമിസസ് ആണല്ലോ ഇവിടെ ആദ്യം കൂടെ നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുന്നത്. അപ്പോൾ അതിനെ പാസീവ് ആക്കുന്നത് എങ്ങനെയാണ്? പ്രോമിസസ് ഷുഡ് ബി, പ്രോമിസസ് ഷുഡ് ബി. നമ്മൾ പറഞ്ഞു വില്ല് വുഡ്, ഷാള് ഷുഡ്, ക്യാന് കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, യൂസ് ടു, ഇവയ്ക്കൊക്കെ ശേഷം ഉപയോഗിക്കുന്ന എന്താണ്? വേർബിൻ്റെ അടിസ്ഥാന രൂപമാണ്. ആ നിയമം അനുസരിച്ച് ഇവിടെ ബി ആണ് ഉപയോഗിക്കുക. ആ പ്രോമിസസ് ഷുഡ് ബി കെപ്റ്റ്. ബൈ വൺ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രോമിസസ് ഷുഡ് ബി കെപ്റ്റ്. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടണം. ഓക്കെ, വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? പ്രോമിസസ് ഷുഡ് ബി കെപ്റ്റ്. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. പ്രോമിസസ് ഷുഡ് ബി കെപ്റ്റ്. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടണം. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് പോവാം. മറ്റൊരു എക്സാം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു എക്സാമ്പിൾ. ദ ബോയ്സ് ടീസ്ഡ് ദ ഗേൾ. ചെറുക്കന്മാർ ആ പെൺകുട്ടീനെ കളിയാക്കി, എന്തോ പറഞ്ഞിട്ട് കളിയാക്കി. ദ ബോയ്സ് ടീസ്ഡ് ദ ഗേൾ. ടീസ് ചെയ്യാറിനാൽ കളിയാക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ പാസീവ് ആക്കുമ്പോൾ ദ ഗേൾ ആയിരിക്കും സബ്ജക്റ്റ്. ഗേൾ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അപ്പോൾ പാസ്റ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഗേളിൻ്റെ കൂടെ വാസ് ഉപയോഗിക്കണം. കാരണം ഒരു പെൺകുട്ടിയല്ലേ ഉള്ളൂ. ദ ഗേൾ വാസ് ടീസ്ഡ്. ദ ഗേൾ വാസ് ടീസ്ഡ് ബൈ ദ ബോയ്സ് എന്നായി മാറും. ദേ ഹാവ് നെവർ സീൻ കാംഗ്രൂസ്. കങ്കാരുക്കളല്ലേ, കങ്കാരുകൾ. അതിനെ ഉച്ചരിക്കുന്ന കാംഗ്രൂസാണ്, കാംഗ്രൂ. ദേ ഹാവ് നെവർ സീൻ കാംഗ്രൂസ്. അവരൊരിക്കലും കങ്കാരുവിനെ കണ്ടിട്ടില്ല. അത് നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോഴെന്താവും? കാംഗ്രൂസ് ഹാവ് ബീൻ നെവർ സീൻ ബൈ ദം. കാംഗ്രൂസ് ഹാവ് ബീൻ നെവർ സീൻ ബൈ ദം. കാംഗ്രൂസ് ഹാവ് ബീൻ നെവർ സീൻ ബൈ ദം. Next example, your behavior vexes me. നിൻ്റെ പെരുമാറ്റമില്ലേ, ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു, ശല്യമായി മാറുന്നു, എന്നെ വിഷമിപ്പിക്കുന്നു എന്നൊക്കെയാണ് വെക്സസിൻ്റെ അർത്ഥം. യുവർ ബിഹേവിയർ വെക്സസ് മീ. അതിൻ്റെ പോസിറ്റീവ് ഫോം. ഇവിടെ നമ്മൾ സെൻറ്റൻസ് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. യുവർ ബിഹേവിയർ വെക്സസ് മീ. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ പാസീവ് ആക്കുമ്പോൾ മീ എന്നത് ഐ ആവും. അവിടെ പ്രസൻറ്റിലെ ഫോം എന്താണ് പറയുന്നത്? ബിയുടെ രൂപം ആം ആണ്. അപ്പോൾ ഐ ആം വെക്സ്ഡ്. വേർബിൻ്റെ തേർഡ് ഫോം അല്ലേ. വെക്സസ് എന്താവും? വെക്സ്ഡ് ആയിട്ട് മാറും. ഐ ആം വെക്സ്ഡ് ബൈ യുവർ ബിഹേവിയർ. ഐ ആം വെക്സ്ഡ് ബൈ യുവർ ബിഹേവിയർ. Next example. The boys are chasing a bike. ചെറുക്കന്മാർ, ആമ്പിള്ളേർ എന്തു ചെയ്യാണ്? ഒരു ബൈക്കിനെ
പിന്തുടരുകയാണ്, അതിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദ ബോയ്സ് ആർ ചേസിങ് എ ബൈക്ക്. പാസീവ് ആവുമ്പോൾ എ ബൈക്ക് ഈസ് ബീയിങ്, കണ്ടിന്യൂസ് ആക്ഷൻ ആണല്ലോ. എ ബൈക്ക് ഈസ് ബീയിങ് ചേസ്ഡ് ബൈ ദ ബോയ്സ് എന്നായിട്ട് മാറും. എ ബൈക്ക് ഈസ് ബീയിങ് ചേസ്ഡ് ബൈ ദ ബോയ്സ്. മറ്റൊരു എക്സാമ്പിൾ, ഐ വിൽ കോങ്കർ ഹിം, ഞാൻ അവനെ കീഴടക്കും. ഐ വിൽ കോങ്കർ ഹിം. ഐ വില്ലാണ്, അപ്പുറം ഫ്യൂച്ചറാണ്, സിമ്പിൾ ഫ്യൂച്ചർ. അതുകൊണ്ട് എന്താവും? ഹിം ഹി ആയിട്ട് മാറും. ഹി വിൽ ബി കോങ്കേർഡ് ബൈ മീ. ഹി വിൽ ബി കോങ്കേർഡ് ബൈ മീ. മറ്റൊരു എക്സാമ്പിൾ, ഹി കെപ്റ്റ് മീ വെയിറ്റിംഗ്. അവൻ എന്നെ കുറേ നേരം അവിടെ കാത്തു നിർത്തിച്ചു എന്നൊക്കെ പറയില്ല. ഹി കെപ്റ്റ് മീ വെയിറ്റിംഗ്. അപ്പോൾ മീ ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അതിനെ നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഐ ആവും. കെപ്റ്റ് എന്നുള്ളത് പാസ്റ്റാണ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ പാസ്റ്റിലെ ഒരു ഓക്സിലറിയാണ് ഉപയോഗിക്കേണ്ടത്. ബിയുടെ പാസ്റ്റിലെ ഒരു രൂപം ഐ എന്ന് പറയുന്ന ആൾ സിംഗുലറായിട്ട് കാണപ്പെടുന്നത് കൂടെ വാസ് വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ഐ വാസ് കെപ്റ്റ് വെയിറ്റിംഗ്. ഐ വാസ് കെപ്റ്റ് വെയിറ്റിംഗ് ബൈ ഹിം. I was kept waiting by him. Next example, they were beating up a thief. അവർ ഒരു കള്ളനെ അടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. They were beating up a thief. അതിൻ്റെ പാസീവ് രൂപം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് ഓർക്കുക. അപ്പോൾ എന്ത് പറയുന്നു? എ thief was being beaten up by them. A thief was being beaten up by them. അടുത്ത എക്സാമ്പിൾ, എവ്രി വൺ മസ്റ്റ് ലിസൺ ടു ഹിസ് വേർഡ്സ്. അതൊരു ഡയറക്ഷൻ വന്നതാണ്. എവ്രി വൺ മസ്റ്റ് ലിസൺ ടു ഹിസ് വേർഡ്സ്. അതിൻ്റെ പാസീവ് ഫോം എന്തായിരിക്കും? ഹിസ് വേർഡ്സ് ആണ് അവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്നത്. ഹിസ് വേർഡ്സ് മസ്റ്റ് ബി ലിസൺഡ് ബൈ എവരി വൺ. ബൈ എവരി വൺ പറയേണ്ട ആവശ്യം ഇല്ല. ഹിസ് വേർഡ്സ് മസ്റ്റ് ബി ലിസൺഡ്. ഹിസ് വേർഡ്സ് മസ്റ്റ് ബി ലിസൺഡ് എന്നായിട്ട് മാറുന്നു. ഹു കിൽ ദ ടൈഗർ? അടുത്തതൊരു ചോദ്യമാണ്. ഹു കിൽ ദ ടൈഗർ? ഹു കിൽ ദ ടൈഗർ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇതേപോലത്തെ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഹു കിൽ ദ ടൈഗർ? ആരാണ് ടൈഗറിനെ കൊന്നത്? ചോദ്യം. അതിൻ്റെ പാസീവ് രൂപമാണത്. ബൈ ഹും വാസ് ദ ടൈഗർ കിൽഡ്? ബൈ ഹും വാസ് ദ ടൈഗർ കിൽഡ്? ബൈ ഹും വാസ് ദ ടൈഗർ കിൽഡ്? ബ്രിങ് ഇൻ ദ തീഫ്. ബ്രിങ് ഇൻ, അകത്തേക്ക് കൊണ്ടുവരാണ്. ദ തീഫ്, തീഫിനെ കൊണ്ടുവരൂ, കള്ളനെ കൊണ്ടുവരൂ. ബ്രിങ് ഇൻ ദ തീഫ്. അതിൻ്റെ പാസീവ് രൂപം എന്താണ്? ലെറ്റ് ദ തീഫ് ബി ബ്രോട്ട് ഇൻ. Let the thief be brought in. Let the thief be brought in. Next example, we had never seen him before. We had never seen him before. അത് പാസീവ് ആകുമ്പോൾ ഹിം എന്നത് ഹി ആയിട്ട് മാറും. ഹി ഹാഡ് ബീൻ നെവർ സീൻ ബിഫോർ എന്നായിട്ട് മാറും. ഹി ഹാഡ് ബീൻ നെവർ സീൻ ബിഫോർ ബൈ അസ് എന്നൊന്നും പറയണ്ട. ഓക്കെ, ഹി ഹാഡ് ബീൻ നെവർ സീൻ ബിഫോർ. അടുത്ത എക്സാമ്പിൾ, ദേ വിൽ ഷ്യോർലി കിൽ മീ. അവരെന്തായാലും എന്നെ കൊല്ലും. ചിലർ വന്ന് പറയാറില്ലേ, പിറകെ ആരോ ഓടുന്നുണ്ട്, അടിക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ ആവേശത്തിൽ പറയുന്നതാണ്, അവന്മാരെ കൈ കിട്ടി അതിനെ കൊന്നു കളയും എന്നൊക്കെ പറയില്ലേ. ദേ വിൽ ഷ്യോർലി കിൽ മീ. മീ എന്നത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താകുമ്പോൾ ഐ ആയിട്ട് മാറും. അപ്പോൾ ഐ ഷാൽ ഷ്യോർലി ബി കിൽഡ് ബൈ ദം എന്നായിട്ടാണ് അത് മാറുന്നത്. ഐ ഷാൽ ഷ്യോർലി ബി കിൽഡ് ബൈ ദം. നെക്സ്റ്റ് എക്സാമ്പിൾ, ക്യാൻ ഹി ബ്രേക്ക് ദിസ് നട്ട്സ് ഓർ ക്യാൻ ഹി ബ്രേക്ക് ദിസ് നട്ട്? നമ്മളൊരു നട്ട് കൊടുക്കുക. നെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കട്ടിയുള്ള തൊണ്ടൊക്കെയുള്ള
സംഭവങ്ങളിലെ ഈറ്റബിൾസ് അറിയില്ലേ? നട്ട്, കാഷ്യൂ നട്ട് എന്നൊക്കെ പറയില്ലേ? കശുവണ്ടി, പറങ്കിയണ്ടി, അതുപോലെയുള്ള സാധനങ്ങൾ നട്ട്. അപ്പോൾ ഈ നട്ട് എന്താണ്? ക്യാൻ ഹി ബ്രേക്ക് ദിസ് നട്ട്? അവന് ഈ നട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. അത് പാസീവ് ആവുമ്പോൾ ക്യാൻ ദിസ് നട്ട് ബി ബ്രോക്കൺ ബൈ ഹിം? ക്യാൻ ദിസ് നട്ട് ബി ബ്രോക്കൺ ബൈ ഹിം എന്നായിട്ട് മാറും. നെക്സ്റ്റ് എക്സാമ്പിൾ, ഡു നോട്ട് ഇൻസൾട്ട് ദ വീക്ക്. ഡോണ്ട് ഇൻസൾട്ട് ദ വീക്ക്. അശക്തരെ നമ്മൾ അധികം കളിയാക്കരുത്, അശക്തരെ കളിയാക്കരുത് എന്ന ഒരു ഡയറക്ഷനാണ് അവിടെ പറയുന്നത്. ഡോണ്ട് ഇൻസൾട്ട് ദ വീക്ക്, WEAK, വീക്ക്. ഡോണ്ട് ഇൻസൾട്ട് ദ വീക്ക്, ഡു നോട്ട് ഇൻസൾട്ട് ദ വീക്ക്. അതിൻ്റെ പാസീവ് രൂപമാണ് ലെറ്റ് ദ വീക്ക് നോട്ട് ബി ഇൻസൾട്ടഡ്. ലെറ്റ് ദ വീക്ക് നോട്ട് ബി ഇൻസൾട്ടഡ്. Let the weak not be insulted. Let the weak not be insulted. അടുത്ത ഒരു എക്സാമ്പിൾ, ഇതോടെ നമുക്ക് തന്നെ അവസാനിപ്പിക്കാം. ഒരു ചോദ്യം കൂടെ. Who will catch the thief? Who will catch the thief? Who will bell the cat? എന്നൊക്കെ ചോദിക്കില്ലേ? പൂച്ചക്കാർ മണി കേട്ടു എന്നൊരു ചോദ്യം കേട്ടു. Who will bell the cat? Who will bell the cat? അതുപോലെ who will catch the thief? അതെങ്ങനെ പാസീവ് ആക്കുന്നത്? by whom will the thief by whom will the thief be caught? By whom will the thief be caught? ഓക്കെ, അതാണ് അതിൻ്റെ പാസീവ് രൂപം. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാസീവ് രൂപം എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റിന് ശേഷം ബിയുടെ ഒരു രൂപം വരികയും അതിനുശേഷം വേർബിൻ്റെ ഒരു തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം വരികയും ചെയ്താൽ അതൊരു പാസീവ് സെൻറ്റൻസാണ്. ഇതിൻ്റെ അർത്ഥം കിട്ടുന്നത് സബ്ജക്റ്റിലേക്ക് മറ്റുള്ളിടത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. സബ്ജക്റ്റിലേക്ക് വരുന്നു, സബ്ജക്റ്റ് റിസീവ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സബ്ജക്റ്റ് അങ്ങോട്ട് കൊടുക്കുകയല്ല. സബ്ജക്റ്റിന് ശേഷം ഈസ് ഓർ വാസ് വർ, വിൽ ബി, ബീൻ, ബീയിങ് എന്നിവയിലേതെങ്കിലും ഒന്ന് വരികയും അതിനുശേഷം വേർബിൻ്റെ തേർഡ് ഫോം വരികയും ചെയ്താൽ അങ്ങോട്ട് കൊടുക്കുകയല്ല, സബ്ജക്റ്റിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. അഥവാ അതൊരു പാസീവ് വോയിസിലെ പാസീവ് രൂപമാണ് എന്നർത്ഥം കിട്ടുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.